ലോകത്തെ അറിയിക്കുവാൻ മൻമോഹൻ സിംഗ് ആഗ്രഹിക്കുന്നു. സഞ്ജയ് ഭാരുവിന് വേറെന്തെങ്കിലും ബന്ധമുള്ളതായിട്ട് ആർക്കും അറിയില്ല. അപ്പോൾ അത് ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു മുന്നറിയിപ്പാണ്. തീർച്ചയായിട്ടും പ്രധാനമന്ത്രിക്ക് ബന്ധം വേണ്ടത് ജനങ്ങളുമായിട്ടാണ്, അല്ലാതെ ഇടനിലക്കാരുമായിട്ടല്ല. വേറെ ആരുമായിക്കോട്ടെ. ഞാൻ പറയാം, ഇവിടെ നമ്മുടെ ലാവ്ലിൻ കേസിൽ ഇത് വിടണോ എന്നുള്ള തീരുമാനം ഗവർണറും അതുപോലെ മന്ത്രിസഭയും അന്വേഷിക്കണമെന്നുള്ള കാര്യം മന്ത്രിസഭയും അതുപോലെ ഗവർണർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം വന്നു. മുഖ്യമന്ത്രി ഗവർണറുടെ അഭിപ്രായത്തോട് യോജിച്ചു. അന്ന് കോൺഗ്രസ്സുകാർ പറഞ്ഞത് എന്തായിരുന്നു? ഇപ്പോൾ സുരേഷ് ബാബു പറഞ്ഞ കാര്യമല്ലല്ലോ പറഞ്ഞത്. ഇന്ത്യൻ മനസ്ഥിതി എന്ന് പറയുന്നത് ഈ ഭരണാധികാരികൾക്ക് ജനങ്ങളുമായിട്ട് ബന്ധമുണ്ടായിരിക്കണം, ജനങ്ങൾ ആഗ്രഹിക്കുന്നതായിരിക്കണം ഭരണാധികാരി ചെയ്യേണ്ടത്. ഇതിൻ്റെ അകത്ത് സോണിയാഗാന്ധിയൊക്കെ വേറെ കാര്യമാണ്. അതാണ് ഇവിടെ ലംഘിക്കപ്പെട്ടിരിക്കുന്നത്. ഒരു പപ്പറ്റ് പ്രധാനമന്ത്രി എന്ന് BJP പറഞ്ഞത് വളരെ ശരിയാണ് എന്ന് തെളിഞ്ഞിരിക്കുന്നു. മൻമോഹൻ സിംഗ് അത് ജനങ്ങളെ അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിനാണ് കോൺഗ്രസ്സുകാർ മറുപടി പറയേണ്ടത്. ഈ ഇന്ത്യൻ ജനാധിപത്യത്തെ ഞാൻ തിരിച്ചു വരാം. ശ്രീ സുരേഷ് ബാബു, ഇവിടെ ജോർജ് കുര്യൻ പറയുന്ന കാര്യങ്ങൾ, അതായത് ഈ പുസ്തകം പുറത്തു വരാൻ ഉണ്ടായ സാഹചര്യം, ഇതിലൂടെ വെളിപ്പെടുത്തലുകൾ ഉണ്ടായ സാഹചര്യമെല്ലാം ഒരുപക്ഷെ മൻമോഹൻ സിംഗ് തന്നെ ആഗ്രഹിക്കുന്നുണ്ടാകണം. കാരണം 3-ാം വട്ടം അദ്ദേഹത്തിന് അവസരം നിഷേധിക്കുമ്പോൾ സ്വാഭാവികമായും ഇതുവരെ രാജ്യത്ത് എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, താങ്കൾക്കറിയാം, കോമൺവെൽത്ത് ഗെയിംസ് അഴിമതി, 2G സ്പെക്ട്രം അഴിമതി, കൽക്കരി പാട അഴിമതി തുടങ്ങിയ നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സന്ദർഭത്തിൽ ഇതിനൊന്നും താൻ ഉത്തരവാദിയെല്ലാം, തനിക്ക് മുകളിൽ നിന്ന് ഭരണം നടത്തുകയും പ്രശ്നങ്ങളിൽ ഇടപെടുകയും അതിനെ നിയന്ത്രിക്കുകയും ചെയ്തത് സോണിയാഗാന്ധിയാണ് എന്ന വിവരം പുറത്തു വരണമെന്ന് മൻമോഹൻ സിംഗ് ആഗ്രഹിച്ചിരിക്കും എന്നാണ് ജോർജ് കുര്യൻ പറയുന്നത്. ജോർജ് കുര്യൻ അത് പറയണം. ജോർജ് കുര്യൻ അത്തരം ചില രാഷ്ട്രീയ സമീപനങ്ങൾ BJPയുടെ രാഷ്ട്രീയ ചിന്തക്കനുസരിച്ച് കുറെ കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ ജോർജ് കുര്യനെ സംബന്ധിച്ചിടത്തോളമുള്ള അദ്ദേഹത്തിൻ്റെ പരാമർശത്തിൽ ഞാൻ അടിസ്ഥാനപരമായി വിയോജിക്കുന്ന 1-2 കാര്യങ്ങൾ. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. രാഷ്ട്രീയമായും രാഷ്ട്രീയ സമീപനങ്ങളുമാണ് തിരഞ്ഞെടുപ്പിന് മുമ്പിൽ ജനങ്ങളെ സമീപിക്കുന്നത്. അപ്പോൾ ജനങ്ങൾക്ക് ആവശ്യമുള്ള രാഷ്ട്രീയ നിയമം എന്താണ്, രാഷ്ട്രീയ താല്പര്യങ്ങൾ എന്താണ് എന്ന് കൃത്യമായി അറിയുക രാഷ്ട്രീയ പാർട്ടികൾക്കാണ്. ആ രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പ്രസിഡന്റ് സ്വാഭാവികമായും ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ ഞങ്ങളുടെ കോൺഗ്രസ് പാർട്ടിയുടെ അല്ലെങ്കിൽ UPAയുടെ നയസമീപനങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ ഇന്നതാണ് എന്ന് പറയുന്നതിനകത്ത് ഒരു തെറ്റുമില്ല. അത് നടപ്പാക്കാൻ ഗവൺമെൻറ്റിൽ ഇരിക്കുന്ന ആളുകൾ തയ്യാറാകണം. ഇതിൻ്റെ കുറച്ചുകൂടി കടുത്ത രൂപമായിരിക്കും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളൊക്കെ ഭരണത്തിലിരുന്നാൽ. അത് പാർട്ടി തന്നെ പാർട്ടി ഓഫീസിലിരുന്ന് തീരുമാനിക്കും, അത് ഗവൺമെൻറ്റിൻ്റെതായ നടപടികളിലൂടെ നടപ്പാക്കും. പക്ഷേ കോൺഗ്രസ് പാർട്ടിയും UPAയും നയസമീപനങ്ങൾ, പ്രത്യേകിച്ചൊരു നയസമീപനം രൂപീകരിച്ചെടുത്ത്, ഉദാഹരണത്തിന് ഞാൻ പറയാം, RTI ആക്ട്, ഗവൺമെൻറ്റിൻ്റെതായ കമ്പൽഷൻസ് ഉണ്ട്. പ്രധാനമന്ത്രിക്കും മന്ത്രിമാർക്കുമൊക്കെ അതിൻ്റെ ഗവൺമെൻറ് കമ്പൽഷൻസ് ഉണ്ട്. നമുക്കറിയാലോ, ഡൽഹിയിലെ ഇടനാഴികളിൽ RTI ആക്ട് പാസ്സാക്കിയതിന് ശേഷം അതിനകത്ത് വെള്ളം ചേർക്കപ്പെടേണ്ടുന്ന ഒരുപാട് സമ്മർദ്ദങ്ങൾ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ അതിന് ചെറുത്ത് നിന്നത് കോൺഗ്രസ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയുടെ നേതാവ് എന്നുള്ള നിലയിൽ ശ്രീമതി സോണിയാഗാന്ധിയുമാണ്. ഇത് RTI ആക്ടിനകത്ത് ഒരു തരത്തിലുള്ള വെള്ളം ചേർക്കലുകളും പാടില്ല എന്ന് പറഞ്ഞത് സോണിയാഗാന്ധിയാണ്. ആ ഇടപെടലാണ് കുറ്റപ്പെടുത്തപ്പെടുന്നതെങ്കിൽ ആ ഇടപെടൽ ശരിയാണ്. രണ്ടാമത് വേറൊന്ന്, ഭക്ഷ്യസുരക്ഷാ നിയമത്തിനെ കുറിച്ച് നമുക്കറിയാം. മൊണ്ടേക് സിംഗ് അലൂവാലിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷൻ ഒരുപടി ഒബ്ജക്ഷൻസ്, ഒരുപടി സംശയങ്ങൾ അല്ലെങ്കിൽ ആശങ്കകൾ പ്രകടിപ്പിച്ചതാണ്. ശ്രീ സുരേഷ് ബാബു, ഇത്രയും താങ്കൾ പറഞ്ഞ കാര്യത്തിൽ നിന്ന് ഇവിടെ ഇന്ത്യ ഭരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയല്ല, കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഒരു മുന്നണിയാണ്, UPA ആണ്. അവിടെ കോൺഗ്രസിൻ്റെ അധ്യക്ഷ അവരുടെ ഇഷ്ടപ്രകാരം കാര്യങ്ങൾ നിയന്ത്രിക്കുകയും നീക്കുകയും ചെയ്യും. നയപരമായ കാര്യങ്ങളാകട്ടെ, അതുൾപ്പെടെ പ്രധാനമന്ത്രിയുടെ ഓഫീസിലെയും മന്ത്രിസഭയിലെയും അംഗങ്ങളെ നിശ്ചയിക്കുന്നതിൽ ഇടപെടുക. ഒരു ഉപദേശക സമിതി രൂപീകരിച്ചിട്ടുണ്ട്. അതെല്ലാം സോണിയാഗാന്ധിയുടെ ഇഷ്ടങ്ങൾ നടപ്പാക്കാൻ വേണ്ടിയായിരുന്നു. 2 പവർ പോയിന്റ്സ് രൂപപ്പെട്ടിട്ടുണ്ട്. ഇത് പലപ്പോഴും ആശങ്കയുണ്ടാക്കുന്നു. പാർലമെന്റ് അംഗങ്ങൾക്ക് കൂടുതൽ വിധേയത്വം സോണിയാഗാന്ധിയോടാണ്, മന്ത്രിസഭയിൽ അംഗങ്ങൾക്ക് കൂടുതൽ വിധേയത്വം സോണിയാഗാന്ധിയോടാണ്. ഇങ്ങനെ മനം മടുത്ത് രാജിവെക്കാൻ പ്രധാനമന്ത്രി ഒരുങ്ങി എന്നൊക്കെയാണ് പുസ്തകത്തിൽ പറയുന്നത്. ഗുരുതരമായ ആരോപണങ്ങളാണതെല്ലാം. ഇതിനകത്തൊന്നും ഒരു വാസ്തവവുമില്ല. ആ വാസ്തവ വിരുദ്ധമായ കാര്യങ്ങളാണ് ഇവിടെ പരാമർശിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്കറിയാലോ, ഇപ്പോൾ നമ്മൾ കേരള രാഷ്ട്രീയം ഒന്ന് ഉദാഹരിക്കാലോ. കേരളം ഒരു മുന്നണിയാണ് ഭരിക്കുന്നത്. ആ കേരളം മുന്നണി ഭരിക്കുമ്പോൾ മുഖ്യമന്ത്രിയല്ല ലീഗിൻ്റെ മന്ത്രിമാരെ നിശ്ചയിക്കുന്നത്.
മുഖ്യമന്ത്രിയല്ല കേരള കോൺഗ്രസിന്റെ മന്ത്രിയെ നിശ്ചയിച്ചിരിക്കുന്നത്. അതാത് പാർട്ടികൾ അവരുടെ പേരുകൾ കൊടുക്കുകയും മുഖ്യമന്ത്രി അത് സ്വീകരിക്കുകയും ചെയ്യുകയാണ്. ഇതേപോലെ തന്നെ ഇന്ത്യ രാജ്യം ഭരിക്കുന്നത് ഒരു രാഷ്ട്രീയ മുന്നണിയാണ്, UPA എന്ന് പറയുന്ന മുന്നണിയാണ്. അതത് പാർട്ടികൾ മന്ത്രിമാരുടെ പേരുകൾ ഇന്ന ആളുകളെയാണ് മന്ത്രിമാരാക്കേണ്ടത് എന്ന് പറയുന്നത് അതൊക്കെ ഒരു പൊളിറ്റിക്കൽ അഡ്ജസ്റ്റ്മെന്റ് ആണ്. കോയലീഷൻ ഗവൺമെന്റിന്റെ ഒരു പൊളിറ്റിക്കൽ അഡ്ജസ്റ്റ്മെന്റ് ആണ്. ആ അഡ്ജസ്റ്റ്മെന്റ് വരുമ്പോൾ കോൺഗ്രസിന്റെ അഭിപ്രായം അവർ പറയും. സോണിയാഗാന്ധി നയപരമായ കാര്യങ്ങളിൽ അഭിപ്രായപ്പെട്ടത് കോൺഗ്രസ് പ്രസിഡന്റ് എന്ന സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് മാത്രമല്ല UPAയുടെ അധ്യക്ഷ എന്ന നിലയിൽ കൂടിയാണ്. ഒരു വാദത്തിന് വേണ്ടി അത് അംഗീകരിക്കാം. പക്ഷേ ഇതിൽ പറഞ്ഞിട്ടുള്ള ആരോപണങ്ങളൊന്നും താങ്കൾ അംഗീകരിക്കുന്നില്ല, അത് വിശ്വസിക്കുന്നുമില്ല. ഒരിക്കലുമില്ല. തിരിച്ചു വരാം. വെങ്കടേഷ് രാമകൃഷ്ണൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ വെങ്കടേഷ് രാമകൃഷ്ണൻ, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇതുപോലൊരു പുസ്തകം പുറത്തിറങ്ങി വരുമ്പോൾ സ്വാഭാവികമായും അത് പ്രതിപക്ഷ കക്ഷികൾ പ്രചാരണ ആയുധമാക്കും, അതിൽ സംശയമില്ല. ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നതും സംശയിക്കുന്നതും ചർച്ചകൾ നടക്കുന്നതുമെല്ലാം സഞ്ജയ് ബാരു എന്ന പ്രധാനമന്ത്രിയുടെ മുൻ മാധ്യമ ഉപദേഷ്ടാവ് ഇതുപോലുള്ള വെളിപ്പെടുത്തലുകൾ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇറക്കുമ്പോൾ ഇത് എത്രത്തോളം വസ്തുനിഷ്ഠമാണ് എന്നതാണ്. മറ്റാരുടെയെങ്കിലും പ്രേരണയാൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രാഷ്ട്രീയ താല്പര്യം വെച്ച് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്വകാര്യ താല്പര്യം വെച്ച് ഇതുപോലെ ഒരു പുസ്തകം എഴുതുകയായിരുന്നു സഞ്ജയ് ബാരു എന്ന് സംശയിക്കുന്നതിൽ ന്യായമുണ്ടോ? ഇവിടെ ശ്രീ സുരേഷ് ബാബു പറഞ്ഞു ഇത് മാധ്യമധർമ്മത്തിന് ചേർന്നതല്ല, വ്യക്തിയുടെ മാന്യതയ്ക്ക് ചേർന്നതല്ല. അതിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? ശ്രീ വെങ്കടേഷ് രാമകൃഷ്ണൻ. അല്ല, ഇതിപ്പോ ഒരു പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാവായതുകൊണ്ട് അതിന്റെ ഭാഗമായി അദ്ദേഹത്തിന് അറിവായിട്ടുള്ള കാര്യങ്ങൾ ഒരു പുസ്തകമായി പ്രസിദ്ധീകരിക്കുന്നതിന് വിരുദ്ധമായ നിലപാട് താത്വികമായി എനിക്കില്ല. പക്ഷേ ഈ പ്രശ്നം കുറെ കൂടെ സങ്കീർണമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് 2009 ഗവൺമെന്റ് നിലവിൽ വന്ന സമയത്ത് തന്നെ മൻമോഹൻ സിംഗിന് ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു, ഈ 2009 വിജയം തന്റെയും കൂടെ വിജയമാണ്. ആ വിജയത്തിന് താൻ എത്രമാത്രം സംഭാവന ചെയ്തു എന്നുള്ള കാര്യം കോൺഗ്രസിന്റെ നേതൃത്വവും പ്രത്യേകിച്ച് സോണിയാഗാന്ധിയും അംഗീകരിക്കുന്നില്ല എന്നൊരു അഭിപ്രായം മൻമോഹൻ സിംഗിനും അദ്ദേഹത്തിന്റെ അടുത്ത സഹപ്രവർത്തകർക്കും, അതിൽ മോൺടേക് സിംഗ് അഹ്ലുവാലിയുണ്ട്, സഞ്ജയ് ബാറു ഉണ്ട്, അതുപോലെ കുറെ ആൾക്കാരുണ്ട്. അവർക്കെല്ലാവർക്കും ആ അഭിപ്രായം ഏറെ കാലമായിട്ടുണ്ടായിട്ടുള്ളൊരു അഭിപ്രായമാണ്. അപ്പോ ഇത് ഈ ഒരു സംഘർഷം 2004-2009 കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള UPA സംവിധാനത്തിൽ നിന്ന് വ്യത്യസ്തമായി 2009-2014 കാലത്ത് ഉണ്ടായതായിട്ട് എന്നെ പോലെയുള്ള ഒരുപാട് രാഷ്ട്രീയ പത്രപ്രവർത്തകർ UPA സംവിധാനത്തിനകത്ത് നിരീക്ഷിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അതിന്റെ ഒരു പ്രതിഫലനമാണ് നമ്മളിപ്പോൾ കാണുന്നത്. 2004-2009 കാലത്ത് UPA ഇടതുപക്ഷ പാർട്ടികളുടെ പിന്തുണയിൽ ആശ്രയിച്ചാണ് ഭരിച്ചിരുന്നത്. 2009 തെരഞ്ഞെടുപ്പിൽ UPAക്ക് വലിയ വിജയം സംഭാവന ചെയ്തതിൽ പ്രധാനപ്പെട്ട ഘടകം തൊഴിലുറപ്പ് പദ്ധതിയും RTIയും ഒക്കെ ആയിരുന്നു. ഈ രണ്ട് നിയമനിർമ്മാണത്തിനും എതിരായി ശക്തമായ നിലപാടെടുത്തിട്ടുള്ള ആളാണ് മൻമോഹൻ സിംഗും ചിദംബരവും. അപ്പോ ഇത് ഒരു വിശാലമായ താത്വിക പ്രശ്നമായിട്ടാണ് ഞാൻ കാണുന്നത്.